ഡൊണറ്റ്സ്ക് മേഖലയിലെ അതീവ തന്ത്രപ്രധാനമായ ക്രൊസ്നി ലിമാൻ നഗരത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന പോരാട്ടങ്ങൾക്ക് റഷ്യ യുക്രൈൻ യുദ്ധത്തെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇരുവിഭാഗവും സർവശക്തിയും ഉപയോഗിച്ച് പോരാടുന്ന ഈ പ്രദേശം ഡോൺബാസ് യുദ്ധമുന്നണിയുടെ ഭാവി നിർണ്ണയിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. പ്രതിരോധവും പ്രത്യാക്രമണവും ഒരുപോലെ ശക്തമായതോടെ യുദ്ധഭൂമിയിലെ ഏറ്റവും ചോരയിറ്റുന്ന അധ്യായങ്ങളിൽ ഒന്നാണ് ഇവിടെ എഴുതപ്പെടുന്നത്. യുക്രൈൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ അതിശക്തമായ മുന്നേറ്റങ്ങളെയും നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളെയും പൂർണ്ണമായും പ്രതിരോധിക്കാൻ തങ്ങൾക്ക് സാധിച്ചു എന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഏറ്റവും ഒടുവിലായി അവകാശപ്പെടുന്നത്. ക്രസ്നി ലിമാനിൽ യുക്രൈൻ തങ്ങളുടെ നഷ്ടപ്പെട്ട മേധാവിത്വം തിരിച്ചുപിടിക്കാൻ പുതിയ തന്ത്രങ്ങൾ മെനയുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം തകർക്കാൻ റഷ്യൻ വ്യോമസേനയ്ക്കും കരസേനയ്ക്കും കഴിഞ്ഞിട്ടുണ്ട്. റഷ്യൻ പ്രതിരോധ കോട്ടകൾ ഭേദിക്കാനുള്ള യുക്രൈന്റെ പല ശ്രമങ്ങളും വൻ നാശനഷ്ടങ്ങളോടെയാണ് അവസാനിച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ യുദ്ധമുന്നണിയിലെ ഏറ്റവും നിർണായകമായ പോരാട്ടം നടന്നത് ഡിബ്രോ മേഖലയ്ക്ക് സമീപമാണ്. ഇവിടുത്തെ യുക്രൈനിയൻ പ്രതിരോധ നിരകളെ തകർത്ത് മുന്നേറാൻ റഷ്യൻ ആർട്ടിലറി വിഭാഗത്തിന് കഴിഞ്ഞത് യുക്രൈന് വലിയ തിരിച്ചടിയായി. തന്ത്രപരമായ ഈ പ്രദേശത്ത് നിന്ന് റഷ്യൻ സൈന്യത്തെ തുരത്താൻ യുക്രൈൻ നടത്തിയ വൻ നാൽബലമുള്ള പ്രത്യാക്രമണം പരാജയപ്പെടുത്താൻ കഴിഞ്ഞത് തങ്ങളുടെ വലിയൊരു നയതന്ത്ര വിജയമായാണ് മോസ്കോ വിലയിരുത്തുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം ഈ മേഖലയിൽ റഷ്യൻ സൈന്യം വൻ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. യുക്രൈൻ സൈന്യം ശക്തമായ പ്രതിരോധം തീർത്തിരുന്ന ഡസൻ കണക്കിന് സൈനിക താവളങ്ങളും പ്രതിരോധ കോട്ടകളും തങ്ങൾ പൂർണ്ണമായി തകർത്തുവെന്ന് റഷ്യ അവകാശപ്പെടുന്നു. റഷ്യൻ സൈന്യത്തിന്റെ കവചിത വാഹനങ്ങളും ഇൻഫൻട്രി വിഭാഗവും സംയുക്തമായി നടത്തിയ നീക്കങ്ങളാണ് യുക്രൈന്റെ ശക്തമായ ബങ്കറുകളെ നിഷ്പ്രഭമാക്കിയത്. സൈനിക താവളങ്ങൾ പിടിച്ചെടുക്കുന്നതിനൊപ്പം തന്നെ നഗരപ്രദേശങ്ങളിലെ നിർണായകമായ നൂറുകണക്കിന് കെട്ടിടങ്ങളും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ റഷ്യൻ ഫോഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ തെരുവിലും ഓരോ കെട്ടിടത്തിലും വൻതോതിലുള്ള സായുധ പോരാട്ടമാണ് നടക്കുന്നത്. നഗരത്തിനുള്ളിലെ ഈ ഗറില്ല യുദ്ധമുറകളിൽ റഷ്യൻ സ്നൈപ്പർമാരും ഡ്രോൺ വിഭാഗവും യുക്രൈൻ പ്രതിരോധത്തിന് വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ക്രസ്നി ലിമാൻ എന്ന ഈ നഗരം ഇരു രാജ്യങ്ങൾക്കും ഇത്രമാത്രം പ്രധാനപ്പെട്ടതാകുന്നു എന്ന ചോദ്യം അന്താരാഷ്ട്ര സൈനിക നിരീക്ഷകർക്കിടയിൽ ശക്തമാണ്. കിഴക്കൻ യുക്രൈനിലെ ഏറ്റവും വലിയ റെയിൽവേ ഹബ്ബുകളിൽ ഒന്നാണ് ഈ നഗരം. സൈനികർക്ക് ആവശ്യമായ ആയുധങ്ങളും മറ്റ് അവശ്യ വസ്തുക്കളും അതിവേഗം എത്തിക്കാൻ സഹായിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ ഈ റെയിൽവേ ശൃംഖലയുടെ നിയന്ത്രണം കൈക്കലാക്കുക എന്നത് യുദ്ധത്തിന്റെ വിജയപരാജയങ്ങളെ സ്വാധീനിക്കും. അതിലുപരിയായി ഡോൺബാസ് മേഖലയിലെ യുക്രൈന്റെ ഏറ്റവും ശക്തമായ രണ്ട് കോട്ടകളായ സ്ലാവിയാൻസ്ക്, ക്രമാറ്റോസ്ക് എന്നീ നഗരങ്ങളിലേക്കുള്ള പ്രവേശന കവാടമായാണ് ക്രൊസ്നി ലിമാൻ അറിയപ്പെടുന്നത്. ഈ നഗരത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണം റഷ്യക്ക് ലഭിച്ചാൽ സ്ലാവിയാൻസ്കിനെയും ക്രമാറ്റോസ്കിനെയും വളയാൻ റഷ്യൻ സൈന്യത്തിന് വളരെ എളുപ്പത്തിൽ സാധിക്കും. യുക്രൈൻ സൈന്യത്തിന് കിഴക്കൻ മേഖലയിലുള്ള ഏറ്റവും വലിയ സപ്ലൈ ലൈനുകൾ ഇതോടെ പൂർണ്ണമായും വിച്ഛേദിക്കപ്പെടും. യുക്രൈനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശം നഷ്ടപ്പെടുന്നത് തങ്ങളുടെ പ്രതിരോധ നിരയിലെ ഏറ്റവും വലിയ വിള്ളലായി മാറും. പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയ അത്യാധുനിക ആയുധങ്ങളും മിസൈലുകളും ഉപയോഗിച്ചാണ് യുക്രൈൻ ഇവിടെ ഇപ്പോഴും ചെറുത്തുനിൽപ്പ് തുടരുന്നത്. റഷ്യയുടെ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് കീവിലെ ഭരണകൂടത്തിനും സൈനിക നേതൃത്വത്തിനും വലിയൊരു ആത്മവിശ്വാസ തകർച്ചയ്ക്ക് കാരണമാകും. മറുഭാഗത്ത് റഷ്യ ഈ വിജയത്തെ തങ്ങളുടെ പ്രഖ്യാപിത യുദ്ധ ലക്ഷ്യങ്ങളിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പായാണ് കാണുന്നത്. ഡൊണറ്റ്സ്ക് മേഖല പൂർണ്ണമായും മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ ക്രസ്നി ലിമാനിലെ വിജയം റഷ്യയെ സഹായിക്കും. മറുഭാഗത്ത് റഷ്യ ഈ വിജയത്തെ തങ്ങളുടെ പ്രഖ്യാപിത യുദ്ധ ലക്ഷ്യങ്ങളിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പായാണ് കാണുന്നത്. ഡൊണറ്റ്സ്ക് മേഖല പൂർണ്ണമായും മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ ക്രസ്നി ലിമാനിലെ വിജയം റഷ്യയെ സഹായിക്കും. ഇതുകൊണ്ട് തന്നെയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ സൈനിക വ്യൂഹത്തെയും അത്യാധുനിക T-90 ടാങ്കുകളെയും റഷ്യ ഈ യുദ്ധമുഖത്തേക്ക് നിയോഗിക്കുന്നത്. റഷ്യയുടെ ആർട്ടിലറി ആക്രമണങ്ങൾ ഈ മേഖലയിലെ കനത്ത നാശനഷ്ടങ്ങൾക്കാണ് കാരണമായിരിക്കുന്നത്. യുക്രൈൻ സൈന്യത്തിന്റെ കമ്മ്യൂണിക്കേഷൻ കേന്ദ്രങ്ങളും ആയുധപ്പുരകളും കൃത്യമായി ലക്ഷ്യം വെച്ചാണ് റഷ്യൻ മിസൈലുകൾ പതിക്കുന്നത്. വ്യോമാതിർത്തിയിൽ റഷ്യ കൈവരിച്ചിരിക്കുന്ന മേധാവിത്വം യുക്രൈന് തങ്ങളുടെ താവളങ്ങളിലേക്ക് പുതിയ സൈനികരെ എത്തിക്കുന്നതിന് വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. എങ്കിലും യുക്രൈൻ സൈന്യം അത്ര പെട്ടെന്ന് കീഴടങ്ങാൻ തയ്യാറല്ല എന്ന സൂചനകളാണ് യുദ്ധഭൂമിയിൽ നിന്ന് വരുന്നത്. ആത്മഹത്യാപരമായ പോരാട്ടങ്ങളിലൂടെയാണെങ്കിലും റഷ്യൻ സൈന്യത്തിന്റെ വേഗത കുറയ്ക്കാൻ അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഡ്രോണുകൾ ഉപയോഗിച്ച് റഷ്യൻ സപ്ലൈ ലൈനുകൾക്ക് നേരെ യുക്രൈൻ നടത്തുന്ന പ്രത്യാക്രമണങ്ങൾ റഷ്യൻ സൈന്യത്തിനും ചെറിയ രീതിയിലുള്ള വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിലും ക്രസ്നി ലിമാനിലെ ഈ പോരാട്ടം അതീവ പ്രാധാന്യത്തോടെയാണ് വീക്ഷിക്കപ്പെടുന്നത്. നാറ്റോ രാജ്യങ്ങൾ നൽകുന്ന കനത്ത സൈനിക സഹായങ്ങൾ ഉണ്ടായിരുന്നിട്ടും യുക്രൈന് തങ്ങളുടെ തന്ത്രപ്രധാനമായ നഗരങ്ങൾ നഷ്ടപ്പെടുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ യുദ്ധതന്ത്രങ്ങളുടെ പരാജയമായി വിലയിരുത്തപ്പെടാം. ഇത് വരും ദിവസങ്ങളിൽ യുക്രൈനിലേക്കുള്ള ആയുധ പ്രവാഹത്തെ ബാധിച്ചേക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്.
യുദ്ധം ദീർഘകാലത്തേക്ക് നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ ശീതകാലത്തിന് മുൻപ് തന്നെ ഡൊണസ്റ്റിക്കിൽ നിർണായകമായ ഒരു വിജയം നേടിയെടുക്കാനാണ് മോസ്കോ പദ്ധതിയിടുന്നത്. ക്രാസ്നി ലിമാനിലെ വിജയം പൂർണ്ണമായാൽ അത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് തന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയൊരു മേധാവിത്വം നൽകും. യുദ്ധത്തിനെതിരെ റഷ്യയ്ക്കുള്ളിൽ ഉയരുന്ന നേരിയ വിമർശനങ്ങളെ പോലും ഇല്ലാതാക്കാൻ ഈ വിജയത്തിന് സാധിക്കും. വരും ദിവസങ്ങളിൽ ഈ യുദ്ധമുന്നണിയിൽ പോരാട്ടം കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. ഇരുപക്ഷവും തങ്ങളുടെ റിസർവ് സൈന്യത്തെ ഈ മേഖലയിലേക്ക് മാറ്റി വിന്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രാസ്നി ലിമാന്റെ തെരുവുകളിൽ ഇനിയുള്ള മണിക്കൂറുകളിൽ നടക്കുന്ന പോരാട്ടങ്ങൾ യുക്രൈൻ യുദ്ധത്തിന്റെ അന്തിമ ഫലം എന്തായിരിക്കുമെന്ന് പ്രവചിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല.